ലാറ്ററൽ എൻട്രി എന്ന പേരിൽ ഒരു വലിയ കൊടും ചതി ചെയ്യാനുള്ള ഒരിടപാട് കേന്ദ്ര ഗവൺമെൻറ് ഒപ്പിച്ചു വെച്ചു ഇതിനിടയിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 45 പോസ്റ്റുകളാണ്. 45 പോസ്റ്റുകളിലേക്ക് ഉള്ള ലാറ്ററൽ എൻട്രി UPSC നടത്താനായിട്ട് അവരങ്ങോട്ട് പരസ്യം ചെയ്തു. ആ ലാറ്ററൽ എൻട്രി നടത്തുക എന്ന് പറയുന്നത്, ആ പോസ്റ്റുകളെന്ന് പറയുന്നത് വളരെ ചില്ലറ പോസ്റ്റൊന്നും അല്ല. ജോയിന്റ് സെക്രട്ടറിയുടെ റാങ്ക്, ജോയിന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ അണ്ടർ സെക്രട്ടറി, പിന്നെ ഡയറക്ടർ പോസ്റ്റുകൾ, ഇങ്ങനെയുള്ള പോസ്റ്റുകളാണ് 45 എണ്ണം. ഇതിനകത്തെല്ലാം RSSകാരെ തിരികെ കയറ്റാനുള്ള ഒരു കുറുക്കുവഴിയാണ് ചെയ്തത് ഈ പരിപാടി. അതാണ് ലാറ്ററൽ എൻട്രി. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമായി. അത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി പാർലമെന്റിനെതിരെ ആഞ്ഞടിച്ചു ഇതിനകത്ത്. ഈ ലാറ്ററൽ എൻട്രി, ഇതുപോലുള്ള പിൻവാതിൽ നിയമനം. ഞാൻ വിചാരിച്ചിരുന്നത് പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളതാണ്. കേരളത്തിൽ നമ്മൾ പിൻവാതിൽ നിയമനം ഒരുപാട് കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റാനായിട്ട് ഉള്ള പണികൾ ഓരോരുത്തർ ചെയ്യും ഇഷ്ടംമാതിരി. ഇപ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് ഒരു പാവപ്പെട്ട ഒരുത്തിന് കിട്ടാൻ വേറെ മാർഗമൊന്നുമില്ല. കിട്ടണമെങ്കിൽ ഒന്നുകിൽ അയാൾ DYFIക്കാരനോ അല്ലെ SFIക്കാരനോ ആയിരിക്കണം. അതാ ക്വാളിഫിക്കേഷൻ. അങ്ങനെ വരും. ഇപ്പം ഇങ്ങനെ ഒരു ലാറ്ററൽ എൻട്രി ഇവിടെ ഉണ്ട്. അത് പിൻവാതിൽ നിയമനം തന്നെയാണ് ഈ ലാറ്ററൽ എൻട്രി, വേറൊന്നുമല്ല. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അവിടെ ഒരു കാരണവശാലും റിസർവേഷൻ പാലിക്കണ്ട, സംവരണമില്ല. അപ്പോൾ സംവരണമില്ല എന്ന് പറയുമ്പോൾ അത് SC ST, അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അവർക്കുള്ള സംവരണമില്ല. അതേപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസസിനുള്ള അതും കിട്ടത്തില്ല. ബാക്ക്വേർഡ് ക്ലാസസിനും അവർക്ക് OBC അവർക്കും കിട്ടുകയില്ല. അപ്പോൾ ഈ അപ്പോയിൻമെൻ്റ് അതൊന്നും നോക്കണ്ട. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള ആളുകളെ നോക്കാം. അത് മാത്രമല്ല, ഓരോ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആളുകൾക്ക് അപേക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആവശ്യമുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരുടെ നിന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അന്തസ്സായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു പ്രഹസനം നടത്തി ഇവരെ കയറി ഈ വലിയ പോസ്റ്റുകളിലാണ് ഈ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉപദ്രവം, ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ സംവരണം അവിടെ പാലിക്കപ്പെടുന്നില്ല. നമ്മുടെ ഭരണഘടന തന്നേക്കുന്ന സംവരണം പാലിക്കപ്പെടുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഒരുപാട് പേരുടെ പ്രൊമോഷനെ ബാധിക്കും. അതായത് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു റീസണബിൾ ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയും. ഒരു സർക്കാർ സർവീസിൽ കയറുന്ന ഒരു ഉദ്യോഗസ്ഥന്, അയാൾ പടിപടിയായിട്ട് ഉയർന്ന് അയാൾ സെക്ഷൻ ഓഫീസറായി, അയാൾ പിന്നെ അണ്ടർ സെക്രട്ടറി ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾക്ക് ജോയിന്റ് സെക്രട്ടറി ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ മാർഗമില്ല, കാരണം വേക്കൻസി ഇല്ലല്ലോ. അതുപോലെ അണ്ടർ സെക്രട്ടറി അതും അങ്ങ് നികത്തുകയാണ്. പിന്നെ ഏതെങ്കിലും ഒരു ഡയറക്ടർ പോസ്റ്റിലേക്കുള്ള നിയമനം അതുമില്ല. അപ്പോൾ അങ്ങനെ വരുന്നുടനെ രണ്ട് ഉപദ്രവങ്ങളാണ്. ഒന്ന്, സംവരണം പാലിക്കപ്പെടുന്നില്ല. മറ്റേത്, ഒരു ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് പ്രൊമോഷൻ ഈ ഉദ്യോഗസ്ഥരുടെ അത് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതിനെതിരെ വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നമായെന്ന് മനസ്സിലായി. ഇത് സൂത്രത്തിൽ അങ്ങ് വന്നതാണ്. ഉടനെ അത് പറഞ്ഞു. അത് ഉടനെ വലിയ ബുദ്ധിമുട്ടായി. മാത്രമല്ല, ഇലക്ഷൻ വരാൻ പോകുന്നല്ലോ. 2-3 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ, ഇപ്പോൾ ജമ്മു കാശ്മീരിൽ വരും, തുടങ്ങി ജാർഖണ്ഡിൽ, അതേപോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇലക്ഷൻ വരാൻ പോകുന്നു. ഇതൊക്കെ വരാൻ ബീഹാറിൽ അടുത്തത് വരും. അവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പിന്നോക്ക വിഭാഗങ്ങൾ ധാരാളം ഉള്ളതാണ്. പിന്നോക്ക വിഭാഗങ്ങളും ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ധാരാളമുള്ള സ്റ്റേറ്റാണ്. ഇത് വരുന്ന ഉടനെ ഇതൊരു വലിയ തിരിച്ചടിയാവുമല്ലോ എന്നുള്ളൊരു ഭയം ഉണ്ടായി. അത് നേരെ കൊടുത്ത എക്സ്പ്ലനേഷൻ എന്താണെന്നറിയോ? പണ്ട് 2005 എങ്ങാണ്ട് സർക്കാർ സർവീസിൽ കൊള്ളാവുന്ന ആളുകൾ കുറവാണ് എന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് UPA ഗവൺമെന്റ് ആരാണ്ടെയൊക്കെ നിയമിക്കാൻ ഒരു തീരുമാനം എടുക്കുന്നത്. ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായെന്നാണ് പറയുന്നത്. അങ്ങനെ റെക്കമെൻഡേഷൻ ഉണ്ടായി. അതിപ്പോൾ നടപ്പാക്കാൻ പോവാ റെക്കമെൻഡേഷൻ. 2005 UPA എടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ ഇവരത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, ഇത് തെറ്റായ തീരുമാനമാണ്, ഇതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രശ്നമായി. അപ്പൊ അത് മാത്രമല്ല, ഇനി 2005 ഇത് കഴിഞ്ഞതിന് ശേഷം എന്താണെന്നറിയോ, ഇനി 2013 UPSC തന്നെ ഇതുപോലൊരു താല്പര്യം ഉണ്ടായി. അങ്ങനെ ആ പ്രശ്നം വെളിയിലേക്ക് വന്നു. ആ റെക്കമെൻഡേഷൻ വെളിയിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് 2013. 2014 മുതൽ വേറെ സർക്കാരാണല്ലോ ഇവരല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഇത് 2005 ആരംഭിച്ചതാണ് ഞങ്ങൾ. പക്ഷേ അത് കൊള്ളരുതാത്ത ഒരു തീരുമാനമാണെങ്കിൽ ഇവരെന്തിനെടുക്കുന്നു? അങ്ങനെയാണെങ്കിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ലേ?
അത് ഏറ്റവും വലിയ തെറ്റായ തീരുമാനമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് കോൺഗ്രസ്സുകാർ പോലും അതിനെ അനുകൂലിക്കത്തില്ല, അന്നത്തെ അതായത് ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ. അങ്ങനെയാണെങ്കിൽ ഇവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചൂടെ? പണ്ട് ഇന്ദിരാഗാന്ധി ചെയ്തതല്ലേ, പണ്ട് അത് ചെയ്താണെങ്കിൽ പിന്നെ ഇന്ന് ചെയ്തൂടെ എന്ന് ചോദിച്ചൂടെ? അത് വേറെ കാര്യം. അത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്തു അടിയന്തരാവസ്ഥ. ഇവിടെ അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരാൾ പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്തു നട്ടലോടുകൂടി, മറ്റേത് അപ്രഖ്യാപിതമായിട്ട് ഉള്ള അടിയന്തരാവസ്ഥ ആണ് ഉള്ളത്. അതിന്റെ വ്യത്യാസമൊന്നുമില്ല. ആളുകളുടെ പിന്നെ കോടതിയിൽ അങ്ങനെയുള്ള അടിയന്തരാവസ്ഥയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അതൊന്നും സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷേ സസ്പെൻഡ് ചെയ്യപ്പെടുന്നില്ലേ? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? ഇന്ന് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ നോക്കുമോ ഒരുത്തനെ? ഇഷ്ടമുള്ള വായു ശ്വസിക്കാൻ പറ്റുമോ? ഇഷ്ടമുള്ള വെള്ളം കുടിക്കാൻ പറ്റുമോ? അവന് ഇഷ്ടമുള്ളത് പറയാനോ, അതായത് അവന്റെ ആശയങ്ങൾ വെളിവാക്കാനുള്ള മാർഗമുണ്ടോ? എഴുതാനും ഇഷ്ടമുള്ളത് പറ്റത്തില്ലല്ലോ. അതെല്ലാം രാജ്യദ്രോഹമായിട്ട് ചിത്രീകരിക്കല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന ഉടനെ യഥാർത്ഥത്തിൽ ഇതൊക്കെ സസ്പെൻഡ് ചെയ്തതിന് തുല്യം തന്നെയല്ലേ? ഒരു വ്യത്യാസമില്ല. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. മതപരമായ അവകാശങ്ങളായാലും ആർട്ടിക്കിൾ 25 ആയാലും ഇതെല്ലാം ഹനിക്കപ്പെടുകയാണ്. ഇക്വാളിറ്റി അതൊന്നും ഇല്ലല്ലോ. ആ രീതിയിലേക്ക് പോകുമ്പോൾ അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥയുടെ എഫക്റ്റ് ഇപ്പൊ തന്നെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ കാണണം. ഇപ്പോ ഈ തീരുമാനം ഇത് വന്ന് തിരിച്ചടിയാകും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതിന്റെ മന്ത്രി നേരെ എടുത്ത് പ്രധാനമന്ത്രിയെ പുകഴ്ത്താൻ ഒരു അവസരമാക്കി എടുക്കുകയാണ്. പ്രധാനമന്ത്രി പറഞ്ഞു ഇങ്ങനെ ചേരുന്നു. പ്രധാനമന്ത്രി അറിയാതാണോ ഈ പണിയൊക്കെ ചെയ്തത്? പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞു റിസർവേഷന് എപ്പോഴായാലും ഒരിക്കലും റിസർവേഷൻ ഇല്ലാതാക്കാൻ പറ്റില്ല. ലാറ്ററൽ എൻട്രിയിൽ എവിടെ റിസർവേഷൻ? അതുകൊണ്ട് ആ തീരുമാനം പിൻവലിക്കണം. ഏതാണ്ട് പിൻവലിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത് പുറത്തോട്ട് വന്നിട്ടില്ല. പക്ഷേ അത് നിർത്തലാക്കണം ലാറ്ററൽ എൻട്രി. അങ്ങനെ ഒരെണ്ണം പാടില്ല ഈ സർക്കാർ സർവീസിൽ. പിന്നെന്തിനാ UPSC? അവര് ശരിയായ രീതിയിൽ ആളുകളെ എടുക്കുമ്പോൾ പിന്നെ ഈ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതിന് വലിയ മിടുക്കന്മാരെ കൊണ്ടുവരാനാണെങ്കിൽ അവരുടെ മിടുക്കന്മാരെ ആരാണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള മിടുക്കന്മാരെ നമുക്കിപ്പോൾ അത്യാവശ്യം ഇല്ല. യഥാർത്ഥത്തിൽ ഇവിടെ നിയമാനുസരണമുള്ള മിടുക്കന്മാരും മതി. അവർ സർക്കാർ സർവീസിൽ ഇരുന്ന് അവരെ ഓരോ പ്രൊമോഷനും ഒക്കെ അവർക്ക് കിട്ടിക്കോട്ടെ. അല്ലാതെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ലാറ്ററൽ എൻട്രി എന്നുള്ള പേരിൽ കൊണ്ടുവന്ന് കയറ്റുകയാണ് കേട്ടോ ഇഷ്ടമുള്ളവനെ. അത് പാടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതിപ്പോ രാഹുൽ ഗാന്ധി ഇത് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഇത് വളരെ കൂളായിട്ട് അങ്ങ് നടന്നു പോയനെ. അതെ, വളരെ ആരും അറിയാത്ത വിധത്തിൽ ഇതങ്ങോട്ട് ആയിപ്പോയനെ. 45 പോസ്റ്റുകൾ, കീ പോസ്റ്റുകളാണ് അവിടെ. അതായത് ഞാൻ പറഞ്ഞ പോലെ ജോയിന്റ് സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, അതുപോലെ ഡയറക്ടർ പോസ്റ്റുകൾ, ഇങ്ങനെയുള്ളിടത്തെല്ലാം ലാറ്ററൽ എൻട്രി എന്ന പേരിൽ അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു പിൻവാതിൽ നിയമനത്തിന്റെ അതേ എഫക്റ്റ് തിരികെ കയറ്റാനുള്ള ഒരു മാർഗമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വലിയ വിജയമാണിത്. കാരണം ഇപ്പൊ ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് വളരെ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. കാരണം മറ്റേതല്ലെങ്കിൽ എന്താ, ഇഷ്ടമുള്ള പോലെ. പിന്നെ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഈ NDAയിലുള്ള ഒരു കക്ഷി തന്നെ അവര് നാഷണലിസ്റ്റ്, അവരും യഥാർത്ഥത്തിൽ ഇതിനെ എതിർത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അത് മാധ്യമങ്ങളിൽ കണ്ടില്ല. അവരെതിർത്തെന്നാണ്, അവരുടെ എതിർപ്പ് ഇതിനുണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് വേറെ മാർഗമില്ല. മറ്റേതാണെങ്കിൽ മുമ്പാണെങ്കിൽ മൃഗീയ ഭൂരിപക്ഷം ആയിരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇന്നേ നടപ്പാ. ലാറ്ററൽ എൻട്രി അല്ല, ഏത് എൻട്രി ആക്കും അതിനെക്കുറിച്ച് പറയുന്നവനെ പിടിച്ചകത്തിടും. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് നടക്കുന്നില്ല എന്നുള്ള ഒരാശ്വാസം നമുക്കുണ്ട്.